നമസ്കാരം. താലം സമരം എന്ന് കേട്ടിട്ടുണ്ടോ? സ്ത്രീകളുടെ അവകാശ പോരാട്ടത്തിലെ ജ്വലിക്കുന്ന ഒരധ്യായമാണ് താലം സമരം അഥവാ മണിമലർക്കാവ് സമരം. തൃശൂർ ജില്ലയിലെ വേലൂർ എന്ന സ്ഥലത്ത് മണിമലർക്കാവ് ക്ഷേത്രത്തിൽ നടന്ന സമരമാണ് താലം സമരം. വർഷം 1956 ഫെബ്രുവരി മാസത്തിലെ ഒരു ദിവസം സന്ധ്യയ്ക്ക് 17 വയസ്സുള്ള മീനാക്ഷി വെള്ളറോട്ടിൽ വീട്ടിൽ നിന്നിറങ്ങി മണിമലർക്കാവ് ക്ഷേത്രത്തിലേക്ക് നടന്നു. കുംഭമാസത്തിലെ ഭരണിയായിരുന്നു അന്ന്. മണിമലർക്കാവ് ക്ഷേത്രത്തിൽ വലിയ കുതിരവേല നടക്കുന്ന ദിവസം മീനാക്ഷി മറ്റ് 22 സ്ത്രീകളോടൊപ്പം ക്ഷേത്രത്തിലേക്ക് നടന്നു. ചുറ്റുമുള്ളവർ അവരെ പരിഭ്രാന്തിയോടെ നോക്കി. എല്ലാ സ്ത്രീകളുടെയും വേഷം ചുവന്ന ബ്ലൗസും മുണ്ടും നേരിയതുമായിരുന്നു. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ഉത്സവത്തിൽ അവർ താലങ്ങൾ പിടിച്ചു നിന്നു. മണിമലർക്കാവിലെ 3 ദിവസത്തെ ഉത്സവത്തിന് വർഷങ്ങളായി സ്ത്രീകൾ താലമെടുത്തിരുന്നു. എന്നാൽ താലമെടുക്കുന്ന സ്ത്രീകൾ ബ്ലൗസ് ധരിക്കരുതെന്നായിരുന്നു വ്യവസ്ഥ. ആദ്യമായിട്ടാണ് ഒരു കൂട്ടം സ്ത്രീകൾ ബ്ലൗസ് ധരിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. അവർ വിവിധ ജാതികളിൽപ്പെട്ട അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. ഈ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളെ സംരക്ഷിക്കാൻ പോലീസുകാരുണ്ടായിരുന്നു. ആദ്യം ഇവർ ക്ഷേത്രത്തിൽ ബ്ലൗസ് ധരിച്ച് കയറുന്നതിനെ കുറിച്ച് ക്ഷേത്ര കമ്മിറ്റിയുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ നമ്പൂതിരിമാരും നായന്മാരും ഉൾപ്പെട്ടതാണ് ക്ഷേത്ര കമ്മിറ്റി. മറ്റു ജാതിക്കാരെ അടിമകളായിട്ടാണ് അവർ കണ്ടിരുന്നത്. അടിച്ചമർത്തപ്പെട്ട ജാതിയിലുള്ള അംഗങ്ങളായതുകൊണ്ട് ക്ഷേത്ര കവാടത്തിന് പുറത്തുനിന്ന് അവരുടെ ആവശ്യങ്ങൾ പറയേണ്ടി വന്നു. താലപ്പൊലിക്ക് വരുന്ന സ്ത്രീകൾ വീണ്ടും ബ്ലൗസ് ഇല്ലാതെ താലമെടുക്കേണ്ടി വന്നു. ഇത് നിർബന്ധമായും മാറ്റപ്പെടേണ്ട ഒരു അനാചാരമായിരുന്നതുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വീടുകൾ തോറും കയറിയിറങ്ങി സ്ത്രീകളോട് ബ്ലൗസ് ധരിച്ച് ക്ഷേത്രത്തിൽ പോകണമെന്ന് പ്രേരിപ്പിച്ചു. പോകാൻ സമ്മതിച്ച സ്ത്രീകളിൽ ഒരാളായിരുന്നു മീനാക്ഷി വെള്ളറോട്ടിൽ. ഈ സമരം വേലൂർ മാറുമറക്കൽ പ്രതിഷേധം എന്നും അറിയപ്പെടുന്നു. സമരത്തിൽ ബ്ലൗസ് ധരിച്ച് താലമെടുത്ത സ്ത്രീകളുടെ ഇരുവശത്തും പോലീസ് ഉണ്ടായിരുന്നു. സ്ത്രീകൾ താലമെടുക്കുമ്പോൾ ബ്ലൗസ് ധരിക്കുന്നത് ദേവിക്കിഷ്ടമല്ല. പോലീസുകാരിൽ ഒരാൾ പറഞ്ഞു. ദേവിക്കല്ല, നിങ്ങൾക്കാണ് ഇഷ്ടമല്ലാത്തത് എന്ന് സ്ത്രീകളിൽ ഒരാൾ മറുപടിയും പറഞ്ഞു. സാധാരണ താലപ്പൊലി ദിവസം ക്ഷേത്ര പരിസരത്ത് ധാരാളം പുരുഷന്മാർ തടിച്ചുകൂടും. അതിനാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകളെ ഉത്സവത്തിന് പോകാൻ വീട്ടുകാർ അനുവദിച്ചിരുന്നില്ല. നാടാർ സമുദായത്തിലെ സ്ത്രീകൾ തങ്ങളുടെ മാറുമറയ്ക്കാനുള്ള മേൽവസ്ത്രത്തിനായി അവകാശ പോരാട്ടം നടത്തിയ പ്രശസ്തമായ ചാന്നാർ ലഹളയ്ക്ക് ശേഷം ഏകദേശം ഒരു നൂറ്റാണ്ടിന് ശേഷമാണ് വേലൂർ മാറുമറക്കൽ പ്രതിഷേധം നടന്നത്. അക്കാലത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന വേളത്ത് ലക്ഷ്മിക്കുട്ടിയും വെള്ളറോട്ടിൽ മീനാക്ഷിയും ജാഥ നയിച്ചവരിൽ ഉൾപ്പെടുന്നു. 1952 മുതൽ ഈ ദുരാചാരത്തിനെതിരെ പോരാടുന്ന അടിച്ചമർത്തപ്പെട്ട ഈഴവ സമുദായത്തിൽ ജനിച്ച സ്ത്രീയാണ് ലക്ഷ്മിക്കുട്ടി. അങ്ങനെ 1956 ബ്ലൗസ് ധരിച്ച 22 സ്ത്രീകൾ ധൈര്യത്തോടെ താലപ്പൊലിയിൽ പങ്കെടുത്തു. പതിറ്റാണ്ടുകൾ നീണ്ട ആ അനാചാരം അങ്ങനെ അവസാനിച്ചു. അടുത്ത വർഷം മുതൽ സ്ത്രീകൾ ബ്ലൗസ് ധരിച്ച് താലപ്പൊലിയിൽ പങ്കെടുത്തു. എല്ലാ ജാതിയിൽ നിന്നുള്ള ആളുകൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു.